സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇനി മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ പുറകെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ചാനൽ നമ്മൾ വീശാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ ചാനൽ ഇഷ്ടംപോലെ ചെമ്പല്ലിയും കാര്യം അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീശിയിരിക്കുകയാണ്. നമ്മൾ വീശിയിരിക്കുന്ന 8.5 മുഴത്തിൻ്റെ വലയും 30 കണ്ണി സൈസിൻ്റെ വലയുമാണ് വീശിയിരിക്കുന്നത്. ഇത് കൈക്കെട്ടിലാണ് ഈ വല തീർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീശി കുറച്ച് നേരം ഇട്ടിട്ടാണ് വല വലിക്കുന്നത്. കാരണം ചെമ്പല്ലി കാര്യമുള്ള മീനുകൾ ചെളിയിൽ താന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇട്ടിട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വലിക്കുന്ന സമയത്ത് വലയിൽ എന്തോ നല്ലപോലെ ഇടിക്കുന്നുണ്ട്, എന്തോ 2 മീൻ നല്ലപോലെ ഇടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിച്ചടിപ്പിക്കുന്ന സമയത്ത് ഈ കുറ്റിയെ വന്ന് വലയിൽ നിന്ന് ഉടക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ആ കൽക്കെട്ടിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് എടുക്കാനായിട്ട് നോക്കണം. കാര്യം നിങ്ങൾ ഈ കൽക്കെട്ടിൻ്റെ സൈഡിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക. ഈ കൽക്കെട്ടിനകത്തൊക്കെ ഇഷ്ടംപോലെ പാമ്പ് കയറി ഇരിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഒന്ന് കൊട്ടി നോക്കിയിട്ടാണ്, പയ്യെ കൊട്ടി നോക്കിയിട്ടൊക്കെയാണ് കാല് വെച്ച് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അത്യാവശ്യം മീനുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വലയിൽ നല്ലപോലെ ഇടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് 2 ഇടത്തരം ചെമ്പല്ലികൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വല പൊക്കിയെടുത്തപ്പോഴാണ് നമ്മൾ ആ ഇടിച്ച മീനെ കാണുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന സക്കർ എന്ന് പറയുന്ന മീനാണ്. ഒരു 3 എണ്ണം ഉണ്ട്. ഒരു 5-6 ചെമ്പല്ലി, 2 സിലോപ്പിയും ഒരു കാര്യമാണുള്ളത്. ഇതാണ് ഐറ്റം. ഇനി സക്കർ എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് ഇതാണ് ഐറ്റം. ഇതിപ്പോൾ എവിടെ വീശിയാലും ഇതാണ് കിട്ടാറ്. പുഴയിലും തോട്ടിലും ഇതുപോലെ പാടത്തൊക്കെ വീശിയാൽ ഇതുപോലുള്ള സക്കറാണ്. ഇപ്പോൾ ആരും എടുക്കാറില്ല. അപ്പോൾ നമുക്കൊരു 5-6 സക്കർ, ആ വലയിൽ 2-3 സക്കർ, 2-3 ചെമ്പല്ലി, ചെറിയ സിലോപ്പി. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ ഇനി കാണാം. ബൈ.